ഹായ് എവരി വൺ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് UGC നെറ്റ് കോമേഴ്സിൻ്റെ സിലബസിനെ പറ്റിയിട്ട് ചെറിയൊരു ഓവർവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഫസ്റ്റ് വൺ, UGC നെറ്റ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ UGC നെറ്റ്. അതായത് നമ്മളിപ്പോൾ കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആകുമ്പം നമുക്കൊരു കോളേജ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ ഒരു നെറ്റ് എക്സാം ക്വാളിഫൈ ആയാൽ മാത്രമേ ആ ഒരു ക്വാളിഫിക്കേഷനിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് UGC നെറ്റ് എന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഒന്നാണ് UGC നെറ്റ്. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാനതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 നമുക്ക് 50 ക്വസ്റ്റ്യൻസ് കാണും, പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് നമ്മളുടെ നെറ്റ് കൊമേഴ്സുകാരുടെ പേപ്പർ 2 പറ്റിയിട്ടാണ്. ഓക്കെ, UGC നെറ്റ് കോമേഴ്സ്. ഇപ്പോൾ നിങ്ങളൊരു PG അല്ലെങ്കിൽ ഒരു MCOM ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഈ ഒരു MCOM ടൈമിൽ തന്നെ നിങ്ങൾ ഈ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ടൈം എന്ന് പറയുന്നത്. ഇനി MCOM കഴിഞ്ഞു അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കുറച്ചൊരു ഗ്യാപ്പ് വന്നവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. പക്ഷേ പ്രോപ്പർ സ്റ്റഡി പ്ലാനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഹാർഡ് വർക്കും ഒക്കെ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് എന്താണ് UGC നെറ്റ് കോമേഴ്സ് സിലബസ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പേപ്പർ 2 നല്ല രീതിയിൽ പഠിച്ചിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സിലബസ് നോക്കുവാണെങ്കിൽ 10 യൂണിറ്റ്സ് ആയിരിക്കും ഉള്ളത്. 10 യൂണിറ്റ്സിൽ ഓരോ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ ഒരു യൂണിറ്റ് ഓവർവ്യൂ നോക്കിയാലോ. യെസ്, ഫസ്റ്റ് യൂണിറ്റ് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഓൾറെഡി ഡിഗ്രി PG ലെവലിലൊക്കെ പഠിച്ച എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇവിടെ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു ഇൻ ഡെപ്ത് ലെവലായിരിക്കും നമ്മൾ നെറ്റ് എക്സാമിന് പഠിക്കുന്നത്. അപ്പം നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ്, then international business, foreign direct investment, foreign portfolio investment, regional economic integration, international economic institutions, world trade organization, ഈ ഒരു ലെവലിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ സിലബസ് സ്ട്രക്ചർ. അപ്പം ഇത്രയും ഒരു സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സിമ്പിൾ ടേംസ് ആണ് അല്ലേ, നമ്മൾ ഓൾറെഡി +2 ലെവൽ തൊട്ട് പഠിച്ച ടേംസ് തന്നെയാണ് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. പിന്നെ വരുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, then holding company accounts, cost and management accounting, financial statement analysis, human resource accounting, Indian accounting standards and IFRS, recent trends in accounting. ഇത്രയും ഒരു പ്രോപ്പറായിട്ട് ഇത്രയും സിലബസ് നമ്മൾ കവർ ചെയ്താൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റിനെയും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് തേർഡ് യൂണിറ്റിലോട്ട് പോകാം. ബിസിനസ് എക്കണോമിക്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ്. എല്ലാ യൂണിറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളുടെ ബിസിനസ് എക്കണോമിക്സ്. അപ്പോൾ ബിസിനസ് എക്കണോമിക്സിലോട്ട് വരുമ്പം ഡിമാൻഡ് അനാലിസിസ്, ദെൻ കൺസ്യൂമർ ബിഹേവിയർ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, തിയറി ഓഫ് കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്, ദെൻ പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഇത്രയുമാണ് നമ്മളുടെ തേർഡ് യൂണിറ്റിൻ്റെ സിലബസ്. ഇനി ഫോർത്ത് യൂണിറ്റിലോട്ട് വരുമ്പം ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ആൻഡ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, ലീസ് ഫിനാൻസിങ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ആർബിട്രേജ്. ഇത്രയുമാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റായ ബിസിനസ് ഫൈനാൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി നമ്മൾ 5th യൂണിറ്റിലോട്ട് വരുമ്പോഴോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നമുക്കിതെല്ലാം നമ്മളൊരു PG കഴിഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു MCOM കഴിഞ്ഞ ആൾക്കാരാണ്. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് അല്ലേ, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയാസ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക, ദെൻ നമ്മൾ പ്രോപ്പറായിട്ട് PYQs ചെയ്യുക, ക്വസ്റ്റ്യൻ പാറ്റേൺ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഫർദർ ആയിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്തൊക്കെ നോക്കണം ഈ യൂണിറ്റിൽ? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്, കോറിലേഷൻ, റിഗ്രഷൻ, പ്രോബബിലിറ്റി, റിസർച്ച്, സാമ്പിളിംഗ് ആൻഡ് എസ്റ്റിമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 5th യൂണിറ്റിൽ വരുന്നത്. ഇനി 6ാമത്തെ യൂണിറ്റ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇവിടെ എന്താണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. കുറച്ച് സിമ്പിൾ ആണ് അല്ലേ ഈ ഒരു യൂണിറ്റ്. എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സിമ്പിൾ യൂണിറ്റ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. യെസ്. ദെൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, കളക്റ്റീവ് ബാർഗൈനിങ്, പേഴ്സണാലിറ്റി, ഓർഗനൈസേഷൻ കൾച്ചർ. ഇതൊക്കെ ചേരുന്നതാണ് നമ്മളുടെ 6th യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് ആണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ വരുമ്പം ടൈപ്സ് ഓഫ് ബാങ്ക്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിങ് സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ്, ഡിജിറ്റലൈസേഷൻ ഓഫ് ബാങ്കിങ്, ഇൻഷുറൻസ്. ഇവിടെ ഒരു ബാങ്കിങ് ഏരിയാസ് നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാങ്കിങ് ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു 7th യൂണിറ്റിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 8th യൂണിറ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലോട്ട് വരുമ്പം നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് മിക്സ്, പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, നമ്മൾ 4 P's ഓഫ് മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്. ദെൻ നമ്മളൊരു മാർക്കറ്റിംഗ് ഏരിയയിലോട്ടായിരിക്കും ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. നെക്സ്റ്റ് 9th യൂണിറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഇവിടെ എന്താണ് ലോ, ലീഗൽ ആസ്പെക്ട്സ് ആണ്. ഏതൊക്കെ ലോയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ദെൻ കമ്പനീസ് ആക്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, കോമ്പറ്റീഷൻ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, RTI ആക്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 9th യൂണിറ്റ്, അതായത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ പഠിക്കാനുള്ളത്. ദെൻ നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. ഇവിടെ എന്താ വരുന്നത്? ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റ്, ഇന്റർനാഷണൽ ടാക്സേഷൻ, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്, TDS, TCS, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇത്രയായിരിക്കും നമ്മളുടെ 10th യൂണിറ്റിൽ പഠിക്കുന്നത്. ഇപ്പം ഞാൻ ചെറിയൊരു നമ്മുടെ സിലബസ് ഓവർവ്യൂ ആണ് ഇവിടെ തന്നത്. 10 യൂണിറ്റ് ഏതൊക്കെയാണെന്നും ആ യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുമാണ് ഞാൻ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത്. അപ്പം സിലബസ് ഓവർവ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിലോട്ട് പോകണം? എങ്ങനെ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ? അങ്ങനൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടോ? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലായിരിക്കും അല്ലേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞാലോ? ഓക്കെ, ഇപ്പം ഞാൻ UGC നെറ്റ് ക്രാക്ക് ചെയ്തത് PG 2nd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. I+ന്റെ ക്ലാസ്സസ്, അതായത് എനിക്ക് നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ആയിട്ടാണ് തോന്നിയത്. കാരണം I+ന്റെ ക്ലാസ്സസും നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും കൂടി ചേരുമ്പം എനിക്ക് എൻ്റെ എക്സാംസ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മളെപ്പോഴും ഈ ഒരു സിലബസ് കവറേജ് മാത്രമാണോ പ്രതീക്ഷിക്കുന്നത്? സിലബസ് കവർ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ സിലബസ് ഫുൾ കവർ ചെയ്തത് കൊണ്ട് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? നെവർ. നമുക്ക് സിലബസ് കവറേജ് മാത്രമല്ല, നമ്മൾ സിലബസ് നന്നായി കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് PYQs. ഏറ്റവും നമുക്ക് എക്സാമിന് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു പോർഷൻ PYQ അനാലിസിസ് ആണ്. മാക്സിമം പോസിബിൾ PYQs ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം പാറ്റേണിൽ ഒരു ഫെമിലിയാരിറ്റി കിട്ടും അല്ലേ. എക്സാമിനെ പറ്റി നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ ആ എക്സാമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ആ എക്സാമിനെ പറ്റി ഒരു ധാരണ ഇല്ലാതെ നമ്മൾ വെറുതെ പോയി എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. ഇനി നിങ്ങൾ ഈ എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം ഭയങ്കര ടഫാണ്, എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 10 വട്ടം എഴുതി ഇതുവരെയും കിട്ടിയിട്ടില്ല, ഇത്രയും വട്ടം എഴുതിയിട്ട് എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്, ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തതെന്ന് നമ്മൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. ബിക്കോസ് നമുക്ക് എന്താണ് നമ്മളുടെ ഡ്രോബാക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ്
തെറ്റ് വരുന്നത്, എവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നതെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഏത് ഏരിയയാണ് ടഫായിട്ടുള്ള ഏരിയാസ്, ആ ഏരിയാസിൽ കൂടുതൽ ടൈം എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ കുറച്ച് എളുപ്പമുള്ള ഏരിയാസ് ആണെങ്കിൽ അതിൻ്റെ ടൈം കുറച്ചിട്ട് നമുക്ക് പാടുള്ള ഏരിയാസിൽ നമ്മൾ കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കണം. പിന്നെ ഇത് പഠിച്ച് അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സിലബസ് കവറേജിനോട് അപ്പുറത്ത് ഞാൻ പറഞ്ഞു എന്താണ്, PYQs മാക്സിമം ചെയ്യണം. PYQs ചെയ്ത് സിലബസും കവർ ചെയ്ത് അതിനോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് 10 യൂണിറ്റ് ഉണ്ടല്ലേ, ഈ 10 യൂണിറ്റിൽ പ്രോപ്പറായിട്ട് പഠിച്ചു പോകുമ്പം ആദ്യത്തെ യൂണിറ്റ് പഠിച്ചു, ദെൻ സെക്കൻഡ് യൂണിറ്റ് പഠിച്ചു, തേർഡ് യൂണിറ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് മറന്നുപോകും അല്ലേ. അതാണ് പലരുടെയും മറ്റൊരു പ്രശ്നം. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഒരു 5ാമത്തെ യൂണിറ്റിലോട്ടാകുമ്പോൾ നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ മറന്നുപോയി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് കൺസിസ്റ്റൻസിക്ക് പ്രാധാന്യം. ഇപ്പം നമ്മളൊരു യൂണിറ്റ് പഠിച്ചു എന്ന് വെച്ചിട്ട് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ ഈ യൂണിറ്റിനെ അങ്ങ് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. എന്ത് വേണം? ഈ നമ്മൾ ഏത് യൂണിറ്റ് ആണോ പഠിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേപ്പറിനോടൊരു ടച്ച് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സെക്കൻഡ് പേപ്പർ പഠിക്കുമ്പം ഫസ്റ്റ് പേപ്പർ പഠിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ സെക്കൻഡ് പേപ്പർ നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റണം. അതായത് ഏത് പേപ്പറാണോ പഠിക്കുന്നത് അതിനോടൊപ്പം നമ്മൾ മറ്റേ പേപ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം 2 പേപ്പറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സെക്കൻഡ് പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് പേപ്പറിൽ 50 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് വെച്ചിട്ട് സെക്കൻഡ് പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസും ഫസ്റ്റ് പേപ്പറിന് കുറച്ച് ഇമ്പോർട്ടൻസും കൊടുത്താൽ മതിയോ? പോരാ. 2 പേപ്പറിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ട് ഓഫ് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു പേപ്പർ നന്നായി പഠിച്ചു, മറ്റേ പേപ്പറിൽ അധികം ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ആ ഒരു മുകളിലുള്ള ലെവല്, ആ ഒരു ലെവല് വരെ എത്തി നിൽക്കും, പക്ഷേ അതിനപ്പുറം ചാടാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് വേണം? 2 പേപ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസിൽ പഠിക്കണം. ഇനി നമ്മൾ എക്സാംസിന് വേണ്ടി സിലബസ് കവർ ചെയ്തു, PYQs ചെയ്തു, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിൽ എന്ത് വേണം? ഈ വട്ടം ഞാൻ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും എന്ന് നമുക്കൊരു ഉറപ്പ് വേണം. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണ്ടേ? യെസ്, നമ്മളുടെ മനസ്സിൽ ആ ഒരു ഡിറ്റർമിനേഷനും കൂടി വേണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് വെറുതെ പഠിക്കണു അല്ലെങ്കിൽ എക്സാം പോയി എഴുതുന്നു, ഈ ഒരു ലെവല് മാത്രമല്ല. നമ്മളുടെ മനസ്സിൽ ആ ഒരു മോട്ടിവേഷനും ഡിറ്റർമിനേഷനും ഒക്കെ എപ്പോഴും വേണം. പഠിക്കാൻ എടുത്തിരിക്കുമ്പോൾ, നമ്മൾ പഠിക്കാനായിട്ട് എടുത്ത് വെക്കുമ്പോൾ തന്നെ എന്ത് വേണം? ഞാൻ ഈ വട്ടം നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും എന്ന് ഉറച്ചൊരു വിശ്വാസം നമ്മുടെ മനസ്സിലും വേണം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനും അല്ലെങ്കിൽ ഈ ഒരു സിലബസ് കവറേജും പിന്നെ PYQs നന്നായിട്ട് PYQs ചെയ്തും ഒക്കെ നമുക്ക് നെറ്റ് എക്സാമിലോട്ട് എത്താൻ പറ്റും. അപ്പം നിങ്ങൾക്കും നെറ്റ് എക്സാംസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ I+നോടൊപ്പം നെറ്റ് കൊമേഴ്സിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളെ എല്ലാവരെയും I+ന്റെ ടീമിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു.